ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏഴാറ്റുമുഖം കേരളത്തിൻ്റെ പ്രകൃതി ഗ്രാമത്തിലെ മറഞ്ഞിരിക്കുന്ന രത്നം. കേരളത്തിൽ സമാധാനപരവും മനോഹരമായ ഒരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഏഴാറ്റുമുഖമല്ലാതെ മറ്റൊന്നും നോക്കരുത്. പ്രകൃതി സ്നേഹികൾ, സാഹസികത തേടുന്നവർ, സംസ്കാരപ്രേമികൾ എന്നിവർക്ക് വൈവിധ്യമാർന്ന ആകർഷണങ്ങളും പ്രവർത്തനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രത്നമാണ് എറണാകുളം ജില്ലയിലെ ഈ മനോഹരമായ ടൂറിസ്റ്റ് ഗ്രാമം. തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ചാലക്കുടിയിൽ നിന്നും തിരിഞ്ഞും തുമ്പൂർ വഴി വരാം. അങ്കമാലിയിൽ നിന്ന് വരുന്നവർക്ക് കരാപറമ്പിൽ നിന്നും തിരിഞ്ഞ് മൂക്കന്നൂർ വഴി ഏഴാറ്റുമുഖത്തെത്താം. 17 കിലോമീറ്റർ 30 മിനിറ്റ് എടുക്കും. ഇവിടെ ഒന്നും കുറേ മുന്നോട്ട് പോയാൽ സിൽവർ സ്റ്റോമിൻ്റെ ഓപ്പോസിറ്റ് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന സാധാരണ പാലമുണ്ട്. നമ്മളിപ്പം ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് എത്തി നിൽക്കുന്നത്. ഇത് പ്രവേശന സമയം 9 മണി തൊട്ട് 5 മണി വരെയാണ്. ഇതാണ് ടിക്കറ്റ് നിരക്കുകൾ. സാധാരണ ആൾക്കാർക്ക് 20 രൂപ, ചിൽഡ്രന് 10, സീനിയർ സിറ്റിസന് 10, 30 രൂപ കാർ പാർക്കിങ്. ആ ഡീറ്റെയിൽസ് വേണ്ടവർ അവിടെ പോസ് ചെയ്ത് ആ ഡീറ്റെയിൽസ് എല്ലാം നോക്കുക. ഇത് പ്രകൃതി ഗ്രാമത്തിൻ്റെ കയറിപ്പോകുന്ന എൻട്രൻസ് ആണ്. ഇവിടെ നമ്മുടെ ഭാഗത്തേക്ക് കിടക്കുന്നത്. ചാലക്കുടി പുഴയുടെ ഇടതുവശത്ത് തുമ്പൂർ മൊഴിയും വലതുവശത്ത് ഏഴാറ്റുമുഖവുമാണ്. നമ്മളിപ്പം വലതുവശത്തുള്ള സ്ഥലത്തോടെ വന്നാണ് ഏഴാറ്റുമുഖത്ത് കയറിയിരിക്കുന്നത്. ഏഴാറ്റുമുഖം സൈഡിൽ പ്രകൃതി ഗ്രാമവും തുമ്പൂർ മൊഴി സൈഡിൽ റിവർ ഗാർഡനും ഉണ്ട്. 2 സ്ഥലത്തും പ്രവേശന ഫീസുണ്ട്. ഇവ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മനോഹരമായ തൂക്കുപാലമുണ്ട്. ഈ വീഡിയോ 3 ഭാഗമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യത്തേത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഈ ഗ്രാമത്തിലെ കാഴ്ചകളും ചാലക്കുടി പുഴയുടെ നടുക്ക് വരെയുള്ള നടത്തവുമാണ് ആദ്യത്തെ വീഡിയോയിൽ. രണ്ടാമത്തെ വീഡിയോ തൂക്കുപാലത്തിൻ്റെയും ചെക്ക് ഡാമിൻ്റെയും കാഴ്ചകളാണ്. മൂന്നാമത്തെ വീഡിയോ ചാലക്കുടി പുഴയുടെ ഏഴാറ്റുമുഖം സൈഡ് വഴി പോകുമ്പോഴുള്ള നിരവധി വ്യൂ പോയിന്റ്സിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പം ഈ പ്രകൃതി ഗ്രാമത്തിനുള്ളിലേക്ക് കടന്നു. ഇവിടെ നിരവധി ഈ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കാണുന്നതാണ് ചാലക്കുടി പുഴയുടെ ഈ തീരത്താണ് ഈ പ്രകൃതി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഈ കുടിലുകളുണ്ട്, മരത്തിന് മുകളിൽ കുടിലുകളുണ്ട്. ഇവിടെയെല്ലാം ഇരിക്കാൻ വേണ്ടി അതെല്ലാം ഇരിക്കാനുള്ള സൗകര്യത്തിനെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഊഞ്ഞാലുണ്ട്, പിള്ളേർക്ക് ഇരുന്ന് കറങ്ങി കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. പല ഇങ്ങനെയുള്ള ഈ കാണുന്ന വിഭവത്തിൻ്റെ പല സാധനങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ പിള്ളേരെയായിട്ടാണേലും അല്ലെങ്കിൽ നമ്മൾ തന്നെ വന്നാലും ഇത് അതിൻ്റെ സൈഡ് വഴിയുള്ള ഈ ചാലക്കുടി പുഴയുടെ 2 കരകളും വഴി ഈ വെള്ളം ജലസേചനത്തിനും ഒക്കെ ആയിട്ടുള്ള വെള്ളം 2 കരകളിലേക്ക് എത്തിക്കുന്നത് ഇതിന് കുറച്ച് മുമ്പേ ആയിട്ട് ഒരു ചെക്ക് ഡാം ഉണ്ടാക്കി. ആ ചെക്ക് ഡാമിൻ്റെ വെള്ളം 2 സൈഡ് വഴിയുള്ള തോടുകൾ വഴിയാണ് 2 കരകളിലേക്കും പോകുന്നത്. ഇത് നമ്മൾ ഏഴാറ്റുമുഖം സൈഡിലാണ് നമ്മളിത് കാണുന്നത്. അങ്ങേ സൈഡാണ് തുമ്പൂർ മൊഴി. അത് ചാലക്കുടിയിൽ നിന്ന് നേരെ വരുന്ന അതിരപ്പള്ളിക്ക് വരുന്ന റൈഡിലുള്ളതാണ് അങ്ങേ സൈഡ്. ഇത് നമ്മൾ അതിന് മുമ്പേ നമ്മൾ തിരിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇതിൽ ആദ്യത്തെ വീഡിയോ ആണ്, ഏഴാറ്റുമുഖത്തിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഴാറ്റുമുഖത്ത് എങ്ങനെ എത്തിച്ചേരാം? കൊച്ചി, തൃശ്ശൂർ അല്ലെങ്കിൽ സമീപ നഗരങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏഴാറ്റുമുഖം റോഡ്, വായു എന്നീ മാർഗങ്ങളിലൂടെ മികച്ച രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏഴാറ്റുമുഖത്ത് നിന്ന് 24 കിലോമീറ്റർ അകലെയുള്ള കൊച്ചി അന്താരാഷ്ട്രീയ വിമാനത്താവളമാണ്. വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി വാടകയ്ക്കെടുത്ത് ഏകദേശം 41 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഗ്രാമത്തിലെത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് ഏഴാറ്റുമുഖത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ നിന്ന് ടാക്സി വാടകയ്ക്കെടുത്ത് ഏകദേശം 34 മിനിറ്റിനുള്ളിൽ ഗ്രാമത്തിലെത്താം. കേരളത്തിലെ മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന NH 544, AH45 എന്നിവ പിന്തുടർന്ന് നിങ്ങൾക്ക് ഏഴാറ്റുമുഖത്തേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്ക് ഏകദേശം 1 മണിക്കൂറും തൃശ്ശൂരിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്ക് 1.5 മണിക്കൂറും എടുക്കും.
കൊച്ചിയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ അങ്കമാലിയിലേക്ക് ബസ്സിൽ കയറിയും ടാക്സി വാടകയ്ക്കെടുത്തും ഏഴാറ്റുമുഖത്തേക്ക് പോകാം. അത് നമ്മൾ വന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഊഞ്ഞാലുകളുണ്ട്, പല ടൈപ്പ് ഊഞ്ഞാലുകളുണ്ട്. നമ്മൾ ഈ നടവഴി കയറിയാണ് ഈ ചാലക്കുടി പുഴയുടെ അങ്ങോട്ട് എത്തുന്നത്. ഇതിന് നടുക്കുള്ള ആ ഒരു കനാലുണ്ട്. കനാലിൻ്റെ മേളിൽ ആ കനാലിലേക്കുള്ള ഫ്ലോ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇത് കനാലിൻ്റെ ഈ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഈ നടുക്കിരിക്കുന്ന സാധനം തിരിച്ചാണെന്ന് തോന്നുന്നു കനാലിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നത്. ഇതാണ് ആ പിന്നെ ചെക്ക് ഡാമിൽ നിന്ന് സൈഡ് വഴി വരുന്ന വെള്ളം. ഇതുപോലെ തന്നെ അങ്ങേപ്പുറത്തെ കരയ്ക്കും ഇതേപോലെയുള്ളൊരു കനാലുണ്ട്. അപ്പം നമ്മൾ ഇത് കടന്ന് നേരെ അപ്പുറം ഇറങ്ങുക. അവിടെ ഇറങ്ങി ആ ഒരു ചെറിയ കുടിൽ പോണ കാണുന്നതിന് അകമ്പഴി അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ചാലക്കുടി പുഴയായി. ഞാനിവിടെ പോയത് ഡിസംബറിലെ അവസാനത്തെ ശനിയാഴ്ചയാണ്. ചാലക്കുടിയാറ്റിൽ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഏഴാറ്റുമുഖം പ്രകൃതിഗ്രാമം വഴി നമുക്ക് ആറ്റിലിറങ്ങാം. വെയിലത്തെ കരിങ്കല്ലിനിടയിലൂടെ ഒഴുകുന്ന തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം. കൂടാതെ തണലത്ത് ഇളങ്കാറ്റേറ്റ് പക്ഷികളുടെ മധുരമായ ശബ്ദം കേട്ട് വിശ്രമിക്കാനുള്ള നിരവധി ഇരിപ്പിടങ്ങളും ഈ നദീതീരത്തുണ്ട്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാനും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ഇടങ്ങളുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളുമുണ്ട്. വിവിധതരം ഊഞ്ഞാലുകൾ, കുട്ടികൾക്കുള്ള കളിയിടങ്ങൾ, ഫുഡ് കോർട്ട്, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിതിലൂടെ പതിയെ നടന്ന് ആറ്റിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ട് ഇടരുതെന്ന് അവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് പിള്ളേർ ഇരിപ്പുണ്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ അവിടെയൊക്കെ വെള്ളത്തിൽ ആൾക്കാർ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പാറകൾക്കിടവഴി വെള്ളം ഒഴുകുന്നുണ്ട്. പാറകൾക്കിടവഴിയുള്ള വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ വെയിലത്ത് ആ തണുപ്പ് നല്ലതായിട്ട് മുങ്ങിക്കിടന്നാൽ നല്ല സുഖമാണ്. അവർ പോകണ്ടാത്ത സ്ഥലത്തൂടെയൊക്കെ ഇത് കെട്ടിയിട്ടുണ്ട്, റിബൺ കെട്ടിയിട്ടുണ്ട്. ഇത് ആ സൈഡ് വഴി വെള്ളം ഒഴുകുന്ന ഒരു ചാലാണ്. അവർ പിള്ളേരെയൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാം ഇറങ്ങിയിട്ട് അവർ പതിയെ അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ അവിടെ വെള്ളത്തിൽ കിടക്കുന്നവരുണ്ട്. ഇവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങേപ്പുറത്തേക്ക് പാറയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പിള്ളേർ വെള്ളത്തിനകത്തുണ്ട്. ഈ പാറയിടുക്കിലൊക്കെ നല്ല നമുക്ക് ഇറങ്ങി കിടക്കാൻ വേണ്ടി, മുങ്ങി കിടക്കാൻ വേണ്ടി പറ്റുന്ന വെള്ളമുണ്ട്. അങ്ങോട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ആ പാറയുടെ ഈ ആറിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു പീഠം പോലെ ഒരു പാറ നിൽപ്പുണ്ട്. ആ പാറയിൽ നിന്ന് അവിടെ പോയി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അങ്ങോട്ട് പതിയെ നീങ്ങുകയാണ്. ഇവിടെ എല്ലാം ഈ പാറകളിൽ ഇവിടെ മുഴുവൻ ഈ നിലത്ത് മുഴുവൻ ഈ അടി മുഴുവൻ പാറയാണ്. അതിനിടകളിലും മുകളിലൊക്കെയുള്ള വെള്ളം ഈ മണ്ണെല്ലാം ഈ വെള്ളമൊഴുക്കിൽ കുത്തൊഴുക്കിൽ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഈ പാറ മാത്രം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ പാറ വഴി നടക്കാം. അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ തെന്നലായിരിക്കും. അപ്പോൾ ഈ സൈഡിലൊക്കെ അങ്ങോട്ടെല്ലാം ആൾക്കാർ പോയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഈ ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് ചവിട്ടി. പക്ഷെ അതിനിടയിൽ നല്ലതായിട്ട് വെള്ളമുണ്ട് താനും പല സ്ഥലങ്ങളിലും. അങ്ങോട്ടൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. അവിടെയുണ്ട്. ഇതാണ് ഇവിടെ പീഠം പോലെ. ഇതിൻ്റെ നടുക്കൊരു പിന്നെ പാറ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ പിള്ളേരൊക്കെ ഉണ്ട്. ആ വെള്ളത്തിനകത്തുണ്ട്. അവിടെ ഇത് നമ്മൾ ചാലക്കുടി ഭാഗത്തേക്കുള്ള സൈഡാണ് കാണുന്നത്. അതിരപ്പള്ളി നമ്മുടെ പുറവശത്താണ്. ഇവിടെ നടുക്കായിട്ട് കുറച്ച് മരങ്ങളും ഒരു പിന്നെ ചതുപ്പ് പോലെയുണ്ട്. ഇതിൻ്റെ അവിടെ നേരെ കാണുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വഴിയും റൈറ്റ് സൈഡ് വഴിയും വെള്ളം ഒഴുകി പോകുന്നുണ്ട്. നടുക്ക് കാണുന്ന ഒരു ചെറിയ തുരുത്ത് പോലെ. അതിൻ്റെ രണ്ട് സൈഡ് വഴിയും വെള്ളം ഇവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ ആറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ മുഴുവൻ ഈ കരിങ്കല്ലുകളാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ആഴക്കുറവുള്ള. ഞാൻ നിൽക്കുന്ന കല്ലിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നല്ലൊരു കുഴി പോലെയുണ്ട്. അവിടെ ഒരു 5-6 പിള്ളേർ കിടപ്പുണ്ട്.
ഇതാണ് അവിടുത്തെ തൂക്കുപാലവും, അതിൻ്റെ അപ്പുറമാണ് തടയണയും. അത് രണ്ടിൻ്റെ നമ്മുടെ ക്ലോസ് വീഡിയോസ് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ മനോഹര കാഴ്ചകളെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ അടുത്തതിനകത്തുണ്ട്. ഇത് നമ്മൾ ഈ ആറിൻ്റെ കാഴ്ചകളും പ്രകൃതി ഗ്രാമത്തിലെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നദിയുടെ ചുറ്റുമുള്ള പച്ചപ്പിൻ്റെയും മനോഹരമായ കാഴ്ചയും ഡാം വാഗ്ദാനം ചെയ്യുന്നു. ഇത് കണ്ണുകൾക്കും ആത്മാവിനും ഒരു വിരുന്നാണ്. നിങ്ങൾക്ക് കാറ്റ് ആസ്വദിക്കാം, വെള്ളത്തിൻ്റെ ശാന്തമായ ശബ്ദം കേൾക്കാം. ഏഷ്യയിലെ ഏറ്റവും വലുതും അതുല്യമായ കാഴ്ചയുള്ളതുമായ ഒരു എണ്ണപ്പനത്തോട്ടം ഇതിൻ്റെ അടുത്തുണ്ട്. നമ്മൾ അത് മൂന്നാമത്തെ വീഡിയോയിൽ ആ എണ്ണപ്പനത്തോട്ടത്തിലൂടെയുള്ള യാത്രയും ഈ ആറിൻ്റെ ഇക്കരയുള്ള, നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുന്ന റോഡല്ല, ഇപ്പുറത്തെ റോഡിൻ്റെ ഈ ഏഴാറ്റിമുഖം റോഡിൻ്റെ പല സൈഡിൽ നിന്നുള്ള വ്യൂ പോയിന്റ്സ് എന്നുള്ള കാഴ്ചകളുമാണ് മൂന്നാമത്തെ വീഡിയോ കാണിക്കുന്നത്. അങ്ങേ സൈഡാണ് തുമ്പൂർമഴി ഗ്രാമം എന്ന് പറയുന്നത്. അവിടെയും ടിക്കറ്റ് വേണം കയറാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ടിക്കറ്റ് എടുത്താൽ തൂക്കുപാലത്തിൻ്റെ എൻഡ് വരെയും പോവാം. ഇതാണ് ഈ വർഷകാലത്ത് നിറയെ കവിഞ്ഞൊഴുകുന്ന ഈ കല്ലൊന്നും നമുക്ക് കാണാൻ മേലാത്ത പോലെ വെള്ളം ഒഴി വരുന്നതാണ്. നിങ്ങൾ ഇത് ഇവിടുത്തെ ജെൻസിൻ്റെ ഡ്രസ് ചേഞ്ച് റൂമാണ്. ലേഡീസിൻ്റെ കുറച്ച് അപ്പുറത്തുണ്ട്. ഇവിടെ ഈ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. നമ്മൾ പിള്ളേരുടെയൊക്കെ കയ്യിൽ നിന്ന് ചിലപ്പം ഈ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആമാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. കൂടുതലും ഈ ഭാഗത്തല്ല, കയറി വരുന്ന നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലും ഈ കുരങ്ങന്മാർ കാണുന്നത്. അവിടെ പിള്ളേരൊക്കെ ഈ ഐസ്ക്രീമും ഒക്കെ വേസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഇടുന്നതൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് അവർ അങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലിൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മുടെ ഈ തൂക്കുപാലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെക്ക് ഡാമിൻ്റെയും കാഴ്ചകളാണ്. അത് ഇവിടെ നിന്ന് തന്നെ ഈ സൈഡ് വഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. ഇത് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. ഇവിടെ മരത്തിൽ കെട്ടി ഊഞ്ഞാലുകളുണ്ട്. ഇതാണ് ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.